ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നൈറ്റിയൊക്കെ തയ്ക്കാൻ തുടങ്ങിയപ്പം അടുത്ത വീട്ടിലത്തെ ആളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടുത്തുനിന്ന് തുണി എടുത്തിട്ടല്ല, 4 തുണി അവർ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പം തുണി തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ ഇന്നലെ വെട്ടി തയ്ച്ചു കേട്ടോ. ഒന്നിപ്പോൾ ഇപ്പോഴാണ് മുഴുവനാക്കി കഴിഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള രണ്ടാമത്തെ തുണിയും വെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഇതേപോലെ തുണി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ നിന്ന് വാങ്ങിച്ചാണ് അവർ. അപ്പോൾ നൈറ്റ് ഞാൻ ഇന്നലെ വെട്ടി തയ്ച്ചു. സിബ്ബൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ റൗണ്ട് കഴുത്ത് മാത്രം വെച്ചാൽ മതി, സിബ്ബ് വെക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എളുപ്പമല്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ തയ്ച്ചു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നെയ്റ്റിക്ക് കൈ വെട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ചേർത്ത് ഇതുപോലെയുള്ള ഭാഗം എടുക്കില്ലായിരുന്നു കേട്ടോ. കട്ടിങ്ങിൽ അതങ്ങനെ പോവുമായിരുന്നു. പിന്നെയാണ് യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടത് ഞാൻ ഇതിൻ്റെ കൈ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അത് പടിഞ്ഞ് കിട്ടിയിട്ടോ. മറ്റേത് കൈ വെക്കുമ്പോൾ തുണി തികയില്ല. അപ്പോൾ ഒരു പീസ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ തയ്ച്ചിരുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്ര തയ്യൽ അറിയെങ്കിലും ചില കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ തുണി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി മുറ്റമൊക്കെ ഒന്ന് അടിക്കണം. നല്ല ഇലകളൊക്കെ വീണിട്ട് ആകെ മുറ്റമൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് മുറ്റടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഉൾക്കൊള്ളാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമ്മളെ ഓരോ പണികൾ തയ്ക്കുന്നതൊക്കെ നിന്ന് പോയപ്പോൾ എന്തോ ഒരു വ്യത്യാസം പോലെ ആയിരുന്നു കേട്ടോ. പണികളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തയ്ക്കലൊക്കെ അങ്ങനെ വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ വീട്ടു ജോലികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുന്ന പോലെയൊക്കെ ആയപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റത് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് അകപ്പെട്ട പോലെ ഒരു തോന്നലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ പുതിനയൊക്കെ നട്ടിരുന്നു കേട്ടോ. അപ്പോൾ മഴ കാരണം ഇലകളൊക്കെ അതിൻ്റെ മേലെ വീണിട്ട് അങ്ങനെ അടഞ്ഞ് കിടക്കുകയായിരുന്നു. നല്ല കാറ്റും മഴയല്ല. പിന്നെ ചീരത്തയ്യും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീരത്തയ്യിൻ്റെ 2-3 തൈ മാത്രമേ നിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ചീഞ്ഞ് ഒടിഞ്ഞ് പോയിട്ടുണ്ട്. മഴ അധികമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ പെരിമുളകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല പഴുത്തുണ്ട്. അപ്പോൾ നമ്മൾ മുളകൊക്കെ വിത്തിന് വേണ്ടി പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നൈറ്റി തയ്ക്കാനുള്ള പണി നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.